നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോകത്തിലെ ഏറ്റവും വിജയകരമായ വാച്ചുകളിലൊന്ന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഭംഗികെട്ട വാച്ചുകളിലൊന്നായിരിക്കും. കട്ടിയുള്ളത്, കറുത്ത റബ്ബറിൽ പൊതിഞ്ഞത്, പക്ഷേ 150 മില്യണിലധികം വാച്ചുകൾ വിറ്റഴിഞ്ഞു. അതിന്റെ പേര് G-Shock. ഈ കഥ തുടങ്ങുന്നത് ഒരു ബിസിനസ് ഐഡിയയിൽ നിന്നല്ല, ഒരു ചെറിയ അപകടത്തിൽ നിന്നാണ്. ടോക്കിയോയിൽ താമസിച്ചിരുന്ന കിക്കോയിബെ എന്ന എഞ്ചിനീയർ കാസിയോയിൽ ജോലി ചെയ്യുകയായിരുന്നു. അച്ഛൻ സമ്മാനിച്ച വാച്ച് കയ്യിൽ നിന്നും കോൺക്രീറ്റ് തറയിൽ വീണ് പൊട്ടി. ഇബയുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി. ഒരു വാച്ച് വെറുതെ താഴെ വീണതുകൊണ്ട് എന്തിനാണ് തകരുന്നത്? അന്ന് കാസിയോ ഒരു വാച്ച് കമ്പനി ആയിരുന്നില്ല, കാൽക്കുലേറ്ററുകളായിരുന്നു അവരുടെ ബിസിനസ്. സീക്കോ, സിറ്റിസൺ, സ്വിസ് ബ്രാൻഡുകൾ വാഴുന്ന മാർക്കറ്റ്. അന്നത്തെ ട്രെൻഡ് തന്നെ മറ്റൊന്നായിരുന്നു. വാച്ച് എത്ര മെലിഞ്ഞതും മനോഹരവുമാണോ അത്രയും നല്ലത്. പക്ഷേ ഈബേ പറഞ്ഞു, എനിക്ക് തകരാത്തൊരു വാച്ച് ഉണ്ടാക്കണം. മാനേജ്മെന്റ് ചോദിച്ചു, ആർക്കാണ് ഇങ്ങനെ ഒരു വാച്ച് വേണ്ടത്? ഒടുവിൽ ഒരു പരീക്ഷണത്തിന് മാനേജ്മെന്റ് സമ്മതിച്ചു. ഈബേക്ക് ഒരു ചെറിയ ടീം, ചെറിയ ബജറ്റ്, 3 വർഷത്തെ സമയം. അങ്ങനെ ഒരു പരീക്ഷണം ആരംഭിച്ചു. ഈബേ അതിന് ഒരു പേര് നൽകി, ട്രിപ്പിൾ ടൺ. 10 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണാലും തകരരുത്. 10 ബാർ വരെ വെള്ളത്തെ പ്രതിരോധിക്കണം. പിന്നെ 10 വർഷത്തെ ബാറ്ററി ലൈഫ്. കേൾക്കുമ്പോൾ തന്നെ അസാധ്യം. 100 കണക്കിന് പരീക്ഷണങ്ങൾ. വാച്ചുകൾ ഉയരത്തിൽ നിന്ന് എറിഞ്ഞു, തറയിലിടിച്ചു. ഓരോ തവണയും ഗ്ലാസോ കവറോ അകത്തെ മെക്കാനിസമോ തകരും. മാസങ്ങൾ കഴിഞ്ഞു, ടീം തളർന്നു. ഇത് ശരിക്കും സാധ്യമാണോ എന്ന് പലരും സംശയിച്ചു. ഒരു ദിവസം ഈബേ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. കുട്ടികൾ ഒരു റബ്ബർ ബോൾ തറയിലേക്ക് എറിഞ്ഞു കളിക്കുന്നു. ബോൾ തറയിൽ തട്ടി തിരിച്ചു ചാടുന്നു. വീണ്ടും വീണ്ടും അത് സംഭവിക്കുന്നു. പെട്ടെന്നൊരു ചോദ്യം, ബോൾ ഇത്ര ശക്തിയായി തട്ടിയിട്ടും പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ആ ആഘാതം എത്തുന്നില്ലല്ലോ. ബോളിന്റെ പുറംഭാഗം ആഘാതം ഏറ്റുവാങ്ങുന്നു. ഉള്ളിലെ എയർ പോക്കറ്റ് അതിനെ അബ്സോർവ് ചെയ്യുന്നു. അതായിരുന്നു ആ നിമിഷം. ഇബയുടെ തലയിൽ വെളിച്ചം വീണ നിമിഷം. വാച്ചിന്റെ ഡിസൈൻ തന്നെ മാറ്റി. പൊള്ളയായ ഉൾക്കാമ്പ്, ആഘാതം താങ്ങുന്ന റബ്ബർ കവർ, പുറത്തെ ഘടനയുമായി നേരിട്ട് ബന്ധപ്പെടാതെ സംരക്ഷിക്കപ്പെട്ട ഒരു ഫ്ലോട്ടിംഗ് മൂവ്മെന്റ്. വാച്ച് വീണാലും ആഘാതം വിഭജിക്കപ്പെടും, റബ്ബർ അത് ആഗിരണം ചെയ്യും. അങ്ങനെ ഒടുവിൽ അവർക്ക് സാധിച്ചു. ഒരു വാച്ച് താഴെ വീണിട്ടും പ്രവർത്തിക്കുന്നു. 1983 ഏപ്രിലിൽ DW5000C പുറത്തിറങ്ങി. ഇന്നത്തെ G-Shock കുടുംബത്തിന്റെ തുടക്കം. പക്ഷേ കാണാനൊട്ടും ഭംഗിയില്ല, വലുത്, കട്ടിയുള്ളത്, ഇൻഡസ്ട്രിയൽ ലുക്ക്. വ്യാപാരികൾ പറഞ്ഞു, ഇതാരും വാങ്ങില്ല. ജപ്പാനിൽ ഇതൊരു പരാജയമായിരുന്നു. പക്ഷേ അമേരിക്കയിൽ മിലിറ്ററി, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, സർഫർമാർ, കായിക താരങ്ങൾ ഇത് ശ്രദ്ധിച്ചു. അവർക്ക് ഭംഗിയല്ല വേണ്ടിയിരുന്നത്, ഇത് തകരുമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഉത്തരം ഇല്ല എന്നായിരുന്നു. വാച്ച് താഴെ വീണാലും വെള്ളത്തിൽ പോയാലും കഠിനമായ സാഹചര്യത്തിലായാലും അത് പ്രവർത്തിച്ചു. അവിടെ നിന്നാണ് G-Shockന്റെ യഥാർത്ഥ വളർച്ച ആരംഭിച്ചത്. 1990കളിൽ ഹിപ്പോപ്പും സ്ട്രീറ്റ് കൾച്ചറും G-Shockനെ ഏറ്റെടുത്തു. ഭംഗിയില്ലാത്ത വാച്ച് പതിയൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയി മാറി. പ്രശ്ന പരിഹാരത്തിനായി ഡിസൈൻ ചെയ്തത് പിന്നീട് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയി. ഇന്ന് G-Shock 150 മില്യണിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച ബ്രാൻഡാണ്. ഒരിക്കൽ ആരും വാങ്ങില്ല എന്ന് പറഞ്ഞ അതേ വാച്ച് അതിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് തോന്നിയത് തന്നെ പിന്നീട് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയി. കസ്റ്റമർ ചോദിക്കുന്നത് മാത്രം കേട്ട് ഉൽപ്പന്നം ഉണ്ടാക്കരുത്. അവർ പറയും, എനിക്ക് മെലിഞ്ഞ വാച്ച് വേണം, പക്ഷേ യഥാർത്ഥ ആവശ്യം എനിക്ക് തകരാത്ത വാച്ച് വേണം എന്നതായിരുന്നു. അതവർക്ക് വാക്കുകളിൽ പറയാൻ കഴിഞ്ഞില്ല. ഇബേ അത് കണ്ടെത്തി. അദ്ദേഹം ആളുകൾ ചോദിച്ചതിന് വേണ്ടി ഡിസൈൻ ചെയ്തില്ല, ആളുകൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഇതാണ് ഇന്നോവേഷൻ. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു ബിസിനസ് ഐഡിയ ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ചോദിക്കൂ. ആളുകൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നല്ല, ആളുകളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഉൽപ്പന്നം മാത്രം നിർമ്മിക്കുകയല്ല, ഒരു പുതിയ മാർക്കറ്റ് തന്നെ നിർമ്മിച്ചേക്കാം. ഇത്തരം ബിസിനസ് സ്റ്റോറീസ് വേണം, ഫോളോ ചെയ്യും. അടുത്ത കഥയുമായി കാണാം.